നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. വനിതാ സംവരണ ബില്ല് നാളെ പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കാനിരിക്കെ പ്രതിഷേധം ഘടിപ്പിച്ച് പ്രതിപക്ഷം. മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിൽ ധാരണ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ ദുരൂഹതയെന്ന് കോൺഗ്രസ്. പാർലമെന്റിൽ 3 ദിവസം ചർച്ച. മണ്ഡല പുനർനിർണയത്തിൽ തമിഴ്നാട്ടിലാകെ കരിങ്കൊടി ഉയർത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആഹ്വാനം. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടുയരുന്നു. കടുത്ത ചൂടും തിരക്കും കാരണം തിരുപ്പൂർ ജില്ലയിൽ തമിഴക വെട്രിക്കഴകത്തിന് റാലി റദ്ദാക്കി. സ്ത്രീകളടക്കം 15 പേർ കുഴഞ്ഞു വീണു. വിജയ് പ്രസംഗം അവസാനിപ്പിച്ചു മടങ്ങി. വിജയ് പ്രധാന എതിരാളിയല്ലെന്നും തെരഞ്ഞെടുപ്പ് തമിഴ്നാടും ദില്ലിയും തമ്മിലുള്ള പോരാട്ടമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പ്രചാരണത്തിന്റെ ഭാഗമായി നാഗർകോവിലിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന് തിരിച്ചടി. കോളേജിന്റെ മിച്ച ഭൂമി ഇടപാടുകൾ റദ്ദാക്കി. കോളേജിനുള്ളത് ചട്ടങ്ങൾ ലംഘിച്ച ഭൂമിയിൽ. ഭൂമി തിരിച്ചെടുക്കാൻ കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. 1964 ശേഷമുള്ള കൈമാറ്റങ്ങൾ റദ്ദാക്കി. നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് ഗവർണറുടെ നിർദ്ദേശം. ആരോഗ്യ സർവകലാശാല VC പ്രാഥമിക റിപ്പോർട്ട് നൽകി. നിതിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്ത്. ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് 40 ഡിഗ്രി ചൂട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടായി ഉയർന്നു. സമൃദ്ധി കണി കണ്ടുണർന്ന് മലയാളികൾ. സദ്യ ഒരുക്കിയും കോടിയുടുത്തും കൈനീട്ടം നൽകിയും വിഷു ആഘോഷിച്ചു. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കായിരുന്നു. പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് വിഷുദിന സന്ദേശത്തിൽ സദ്ഗുരു ശ്രീമാതാമൃതാനന്ദമയി ദേവി. സ്നേഹവും ഒരുമയുമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണമെന്നും അമ്മ. നിൽക്കുന്ന കണിക്കുന്ന പോലെ എല്ലാവർക്കും സന്തോഷമാകുന്ന ആഘോഷമാണ് വിഷു. സമ്പൽ സമൃദ്ധിയുടെയും പ്രകൃതി പരിപാലനത്തിൻ്റെയും സന്ദേശമായിട്ടാണ് ഓരോ വിഷുവും കടന്നു വരുന്നത്. പ്രകൃതിയുടെ ഇണങ്ങിയുള്ളൊരു ജീവിതം, ആരോഗ്യപരമായ ഒരു ജീവിതത്തിൽ IPL ഇന്ന് ലക്നൌവും ബംഗളൂരുവും നേർക്കുനേർ. മത്സരം രാത്രി 7:30 മുതൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.